ആൻഡ് ഇന്ന് തൊട്ട് നമ്മൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ കളർ ഗ്രേഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആൻഡ് ഞാൻ ഇവിടെ ഓൾറെഡി ഡാവിഞ്ചി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് എങ്ങനെ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് 19 ആണ്, ഫ്രീ വേർഷനാണ്. ഡാവിഞ്ചി റിസോൾവ് 19 ഫ്രീ വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. ആൻഡ് ഡാവിഞ്ചി റിസോൾവിൻ്റെ കളർ ഗ്രേഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഡാവിഞ്ചി റിസോൾവിലേക്ക് കംപ്ലീറ്റ് ബിഗിനറാണ്. ഞാൻ ഡാവിഞ്ചി റിസോൾവിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എൻ്റെ നോളജ് ലിമിറ്റഡ് ആണ്. നിങ്ങൾ എന്നോട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സീരീസിൽ കളർ ഗ്രേഡിങ്ങിനെ പറ്റി മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഫ്യൂഷനോ ഫെയർലൈറ്റോ എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കത്തില്ല. നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കുന്ന കളർ ഗ്രേഡിങ്ങിനെ പറ്റി മാത്രമായിരിക്കും. ആൻഡ് ഞാനിപ്പോൾ കറൻ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രീമിയർ പ്രോ ആണ്. കളർ ഗ്രേഡിംഗ് മാത്രമേ ഞാൻ ഡാവിഞ്ചി റിസോൾവിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നുള്ളൂ. ആൻഡ് നമുക്ക് പ്രീമിയർ പ്രോയിൽ നിന്ന് ടൈം ലൈൻ ഡാവിഞ്ചി റിസോൾവിലേക്ക് കൊണ്ടുവരാനും ഇവിടെ കളർ ഗ്രേഡ് ചെയ്തിട്ട് ആ ടൈം ലൈൻ നമുക്ക് തിരിച്ച് പ്രീമിയറിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പോട്ടുള്ള വീഡിയോസിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൽ വേണമെങ്കിൽ എഡിറ്റിങ്ങും VFXും ആൻഡ് അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങും എല്ലാം ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അതല്ലെങ്കിൽ പ്രീമിയറിൽ എഡിറ്റ് ചെയ്തിട്ട് കളർ ഗ്രേഡിങ്ങിന് മാത്രം ഡാവിഞ്ചിലേക്ക് കൊണ്ടുവരാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ കറൻ്റ് ഫോളോ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയറിൽ വീഡിയോ എഡിറ്റ് ചെയ്യും, കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഡാവിഞ്ചി റിസോൾവിലേക്ക് വരും. ആ ഒരു രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാൻ കംപ്ലീറ്റ് ബിഗിനറാണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കളർ ഗ്രേഡിങ് മാത്രമായിരിക്കും മെയിനായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡാവിഞ്ചി റിസോൾവ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ആദ്യം വരുന്നത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ ദ വേ, ഈ വീഡിയോ ഞാൻ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്തു, ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് എടുത്ത് റെക്കോർഡ് ചെയ്തു. ബട്ട് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. സോ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുവാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എനിവേസ് നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോജക്റ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൗസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, ഇവിടെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബൈ ദ വേ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിയർ പ്രോ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് പ്രീമിയർ അറിയാമെങ്കിൽ നല്ലതാണ്. കാരണം പ്രീമിയറും കൂടെ വെച്ചിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ആ ഫോൾഡറിലേക്ക് നമുക്ക് കുറേ പ്രോജക്ട്സ് എല്ലാം ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുള്ള ഓപ്ഷനാണ്. ഞാൻ അത് ക്യാൻസൽ കൊടുക്കുവാണ്. ദെൻ ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ദെൻ നമുക്കിത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നമുക്ക് പ്രോജക്റ്റിൻ്റെ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ദെൻ നമുക്ക് ടൈൽ വ്യൂ ഉണ്ട്. ആൻഡ് ഓൾസോ ലിസ്റ്റ് വ്യൂവും അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് പ്രോജക്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് സെർച്ച് ചെയ്ത് പ്രോജക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഏതെങ്കിലും പ്രോജക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അത്രേ ഉള്ളൂ. നമുക്ക് ഡാവിഞ്ചി റിസോൾവിലും എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊരു പ്രോജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ ക്ലാസ് 1 എന്ന് കൊടുക്കുവാണ്. ക്ലാസ് 1 എന്ന് കൊടുത്തു. ദെൻ ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. സോ ഇവിടെ പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇൻ്റർഫേസ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് ബൈ ദ വേ, ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡാവിഞ്ചി റിസോൾവിനെ പറ്റി ഓവറോൾ ആയിട്ടായിരിക്കും നോക്കുന്നത്. നമുക്കൊരു ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ എഡിറ്റിങ്ങിനെ പറ്റി ഈ ഒരു ക്ലാസ്സിൽ സംസാരിക്കും. ബിക്കോസ് നമ്മൾ കളർ ഗ്രേഡിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡാവിഞ്ചിയിൽ അറിഞ്ഞിരിക്കണം. എങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ മീഡിയാസ് ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. സോ ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ആൻഡ് ഡാവിഞ്ചി റിസോൾവിൽ നമുക്ക് ഡിഫറെൻറ്റ് പേജസ് അവൈലബിൾ ആണ്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് പേജസ്. ആൻഡ് ആദ്യത്തെ പേജാണ് മീഡിയ, രണ്ടാമത്തെ പേജാണ് കട്ട്, മൂന്നാമത്തെ പേജാണ് എഡിറ്റ്, ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നാലാമത്തെ പേജാണ് ഫ്യൂഷൻ, അഞ്ചാമത്തെ പേജാണ് കളർ, ആറാമത്തെ പേജാണ് ഫെയർലൈറ്റ്, ആൻഡ് ഏഴാമത്തെ പേജാണ് ഡെലിവർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പേജ്. ഓരോന്നിനെയും കുറിച്ചും നമുക്ക് ബ്രീഫായിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ആൻഡ് നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരെ വരുന്നത് കട്ട് പേജിലേക്കാണ്. ആൻഡ് ഈ കട്ട് പേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്സ് എല്ലാം കട്ട് ചെയ്യാനും അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും. അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള പേജാണ് മീഡിയ പേജ്. ഈ ഒരു പേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മീഡിയാസൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ്, ഇമേജസ്, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാനും അത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ മീഡിയ പേജും കട്ട് പേജും എല്ലാം ചെയ്തിട്ട്
എഡിറ്റ് പേജിലേക്ക് വരണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് പേജിൽ നിന്ന് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ചെയ്യാം. ഈ മീഡിയ പേജും കട്ട് പേജും യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണ്. ഡെസ്ക്ടോപ്പിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്യുവാണ്, എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് അനുസരിച്ച് ടൈം ലൈനിൻ്റെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ ചേഞ്ച് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീമിയറിൽ ചെയ്യുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് പ്രീമിയർ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രീമിയറിൽ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ നമുക്ക് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. നമുക്ക് ആദ്യത്തെ പേജ് തൊട്ടിട്ട് നോക്കാം. ആൻഡ് ആദ്യം കൊടുത്തിട്ടുള്ള പേജാണ് മീഡിയ പേജ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ മീഡിയാസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാനും അത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും നമുക്ക് മീഡിയ പേജ് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കാണാം. നമ്മൾ പ്രീമിയറിൽ പ്രോജക്റ്റ് ബിൻ പോലെ കൂട്ടിയാൽ മതി. അങ്ങോട്ടല്ലേ നമ്മൾ ഫയൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കാണ് ഫയൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസും ഇമേജസും ഒന്നും കൊണ്ടുവരണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. വീഡിയോസ് എല്ലാം വീഡിയോസിൻ്റെ ഒരു ഫോൾഡറിൽ, ഇമേജ് എല്ലാം ഇമേജിൻ്റെ ഒരു ഫോൾഡറിൽ, മ്യൂസിക് എല്ലാം അതിൻ്റെ ഒരു ഫോൾഡറിൽ. സോ അങ്ങനെ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിയാണ് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുവാണെങ്കിൽ. ആൻഡ് ഓൾസോ നമ്മൾ വേറൊരാൾക്ക് ഇതേ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാണ്. സോ നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യുക. അത് ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണെങ്കിലും, നിങ്ങൾ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതാണെങ്കിലും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യുക. സോ ഞാൻ ഇവിടെ പുതിയൊരു ബിൻ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ നമുക്കിവിടെ മാസ്റ്റർ എന്നുള്ള പാനലിലേക്ക് വരാം. ദെൻ റൈറ്റ് ക്ലിക്ക്, ന്യൂ ബിൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ വീഡിയോസ് എന്ന് കൊടുക്കുവാണ്. ഇനി നമുക്ക് വീഡിയോ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ദെൻ അതിലേക്ക് നമുക്ക് വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മളിവിടെ മാസ്റ്റർ സെലക്ട് ചെയ്യുവാണെങ്കിൽ വീഡിയോസ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് കാണാം. ആൻഡ് ഈ വീഡിയോസിൻ്റെ ഉള്ളിലും നമുക്ക് വേണമെങ്കിൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് വീഡിയോ ഫോൾഡർ സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക്, ന്യൂ ബിൻ. ഞാൻ ഇവിടെ വീഡിയോസ് 2 എന്ന് കൊടുക്കുവാണ്. സോ ഇവിടെ വീഡിയോസ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സബ് ഫോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിലും നമുക്ക് മീഡിയാസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ 2 എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, പുറത്ത് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ ഇവിടെ മാസ്റ്ററിലേക്ക് വരുവാണ്. ദെൻ റൈറ്റ് ക്ലിക്ക്, ന്യൂ ബിൻ. ഞാൻ ഇവിടെ മ്യൂസിക്കിൻ്റെ നെയിം കൊടുക്കാം. ദെൻ നമുക്ക് മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യാം. സോങ് സെലക്ട് ചെയ്യുവാണ്. ദെൻ മ്യൂസിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് 2 ഫോൾഡേഴ്സ് ഉണ്ട്, വീഡിയോ ഫോൾഡറും ആൻഡ് അതുപോലെ തന്നെ മ്യൂസിക് ഫോൾഡറും. ഇങ്ങനെ നിങ്ങൾക്ക് ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസിന് വേണ്ടി, സൗണ്ട് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി, അങ്ങനെ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മീഡിയാസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ ഇതിന് വേണ്ടിയാണ് നമ്മൾ മീഡിയ പേജ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി. ആൻഡ് ഓൾസോ നമുക്ക് ക്ലയൻറ്റ്സ് വീഡിയോസ് തരുമ്പം കുറേ വീഡിയോസ് ഒരുമിച്ചായിരിക്കും തരുന്നത്. അതെല്ലാം നമുക്കിവിടെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനും ആൻഡ് ഓൾസോ പ്രീവ്യൂ കാണാനും പറ്റും. സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ പ്രീവ്യൂ കാണാം, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, പുറകോട്ട് പ്ലേ ചെയ്യാം, പോസ് ചെയ്യാൻ വേണ്ടി പറ്റും, അടുത്ത വീഡിയോ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്ത് നോക്കാനും നമുക്ക് മീഡിയ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പേജാണ് കട്ട് പേജ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് കട്ട് പേജിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാനും കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും നമുക്ക് കട്ട് പേജ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. സോ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്കിവിടം വരെ മതിയെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഫസ്റ്റ് വരുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രിം ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സിസറിൻ്റെ ഒരു ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്യുക. ഇവിടെ കട്ടായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് മുമ്പോട്ട് മാറ്റുവാണ്. ഓക്കെ, ദെൻ സെലക്ട് ചെയ്യാം, കട്ട് ചെയ്യാം, മുമ്പോട്ടുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ദെൻ നമുക്ക് അടുത്ത വീഡിയോ കൊണ്ടുവരാം, അടുത്ത വീഡിയോ ആഡ് ചെയ്യുക. എനിക്ക് ഏകദേശം ഇവിടം വരെ മതി. സെലക്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്യാം. ദെൻ അടുത്ത വീഡിയോ കൊണ്ടുവരാം. സോ ഇങ്ങനെ വീഡിയോസ് നമുക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നമുക്ക് വേണ്ട രീതിയിൽ. ദെൻ സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക, ആവശ്യമില്ലാത്ത പോർഷൻ ഡിലീറ്റ് ചെയ്യുക. ആൻഡ് ബൈ ദ വേ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് അല്ല ഇത്, കളർ ഗ്രേഡിങ്ങിൻ്റെ ആണ്. സോ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഡാവിഞ്ചിയിൽ അത്യാവശ്യം എങ്ങനെ കട്ട് ചെയ്യാം, മീഡിയാസ് അറേഞ്ച് ചെയ്യാം, അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ട് എഡിറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് വീഡിയോസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എഡിറ്റ് പേജിലേക്ക് പോകാം. ആൻഡ് എഡിറ്റ് പേജ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ കട്ട് പേജിൽ കട്ട് ചെയ്ത ക്ലിപ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, പ്ലേ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, വീഡിയോസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മീഡിയ പേജും അതുപോലെ കട്ട് പേജും യൂസ് ചെയ്യണമെന്നില്ല.
വലിയ പ്രോജക്റ്റൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേന് അത് ഈസി ആയിരിക്കും. ബട്ട് ഞാനിപ്പോൾ കറൻ്റ്ലി പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എഡിറ്റ് പേജിൽ നിന്നാണ് ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ മാസ്റ്ററിലേക്ക് വരുവാണ്. ദെൻ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ടൈം ലൈൻ ഡിലീറ്റ് ചെയ്യുവാണ്. നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രീമിയറിലാണെങ്കിലും അങ്ങനെയല്ലേ, നമ്മളൊരു ക്ലിപ്പ് ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്ലിപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ആവും. സോ നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് വേണ്ട സെറ്റിങ്സിൽ തന്നെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതിന് വേണ്ടി നമുക്കിവിടെ മാസ്റ്ററിലേക്ക് വരാം. ആൻഡ് അതിന് മുമ്പ് ഞാൻ ഈ പാനൽസ് എല്ലാം നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ ആണ് മാസ്റ്റർ. നമ്മുടെ പ്രീമിയറിലെ പ്രോജക്റ്റ് ബിൻ പോലെ തന്നെയാണ്. നമുക്കിങ്ങോട്ട് മീഡിയാസ് കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീമിയറിൽ പ്രോജക്റ്റ് വിൻഡോയിലേക്കാണ് നമ്മൾ വീഡിയോസും ഇമേജും എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ മാസ്റ്റർ എന്ന് പറയുന്ന വിൻഡോയിലേക്കാണ് നമ്മൾ മീഡിയാസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ മാസ്റ്റർ, അതായത് മീഡിയ പൂൾ എന്ന് പറയും, അത് നമുക്ക് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, മീഡിയ പൂൾ എന്നാണ് പറയുന്നത്. ഒന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ് ആവും, ഒന്നുകൂടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അൺഹൈഡ് ആവും. ദെൻ നമുക്കുള്ളത് എഫക്ട്സ് ആണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് എഫക്ട്സ്. നമ്മുടെ പ്രീമിയറിൽ എഫക്ട്സ് ഉണ്ടല്ലോ, അത് തന്നെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി. ഒന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ് ആവും, ഒന്നുകൂടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അൺഹൈഡ് ആവും. ഇങ്ങനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും പറ്റും. ഇതിനുള്ള ഇൻഡെക്സ് ആണ്. ഇൻഡെക്സിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഡീറ്റെയിൽസ് ആയിരിക്കും മേ ബി. ഞാൻ നോക്കിയിട്ട് മുമ്പോട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് സൗണ്ട് ലൈബ്രറി. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡാവിഞ്ചിയിൽ ഫ്രീ ആയിട്ട് കുറച്ച് സൗണ്ട്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിവിടെ കാണിക്കും. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് മീഡിയ പൂള് അൺഹൈഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് മീഡിയ പൂള് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മൾ പ്രീമിയറിൽ കാണുന്ന പ്രോഗ്രാം വിൻഡോ. ഇവിടെ ആയിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ വിൻഡോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ക്വിക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഒരു പ്രീസെറ്റ് കാണും, അത് സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് യൂട്യൂബിലേക്കും അതുപോലെ വിമിയോയിലേക്കും ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ക്യാൻസൽ സെലക്ട് ചെയ്യുവാണ്. പിന്നെ ഉള്ളതാണ് മിക്സർ. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓഡിയോ മിക്സർ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ് ആയിക്കോളും. പിന്നെ ഉള്ളതാണ് മെറ്റാ ഡാറ്റ. നമ്മുടെ വീഡിയോയുടെ അല്ലെങ്കിൽ ടൈം ലൈനിൻ്റെ മെറ്റാ ഡാറ്റ, അതിൻ്റെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളതാണ് ഇൻസ്പെക്ടർ. നമ്മുടെ പ്രീമിയർ പ്രോയിലെ എഫക്റ്റ് കൺട്രോൾസ് പോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ പൊസിഷൻ, അതുപോലെ സ്കെയില്, അങ്ങനെ എഫക്ട്സ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഇൻസ്പെക്ടറിൽ വരുന്നത്. കുറച്ച് മുമ്പ് കാണിച്ച പോലെ തന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ് ആവും, ഒന്നുകൂടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അൺഹൈഡ് ആവും. ആൻഡ് താഴേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിന് വേണ്ടി ഞാൻ ഇവിടെ മീഡിയ പൂളിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം ലൈൻസ്, ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ സെലക്ട് ചെയ്യുവാണ്. കൺട്രോൾ എൻ ആണ് ഷോർട്ട് കട്ട്. പ്രീമിയറിലെ സെയിം ഷോർട്ട് കട്ട് തന്നെയാണ്, കൺട്രോൾ എൻ. അത് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ആൻഡ് ഇവിടെ നമുക്ക് ടൈം ലൈന് ഇഷ്ടമുള്ള നെയിം കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ക്ലാസ് 1 എന്ന് കൊടുത്തു, ടൈം ലൈൻ നെയിം കൊടുത്തു. പിന്നെ എത്ര ഓഡിയോ ട്രാക്ക് വേണം, എത്ര വീഡിയോ ട്രാക്ക് വേണമെന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് 2 കൊടുക്കുവാണ്. ആൻഡ് ഓഡിയോ ട്രാക്കും ഞാൻ 2 കൊടുക്കുവാണ്. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് 2 കൊടുക്കാം. ദെൻ നമുക്ക് ഓഡിയോ ട്രാക്ക് ടൈപ്പ് കൊടുക്കാം. സ്റ്റീരിയോ തന്നെ സെലക്ട് ചെയ്യാം, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റീരിയോ സൗണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസ് പ്രോജക്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ സെറ്റിങ്സ് തന്നെയായിരിക്കും വരുന്നത്. വീഡിയോ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യണം. സോ ഞാൻ ഇത് അൺചെക്ക് ചെയ്യുവാണ്. ആൻഡ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫുൾ എച്ച് ഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 720 അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഫുൾ എച്ച് ഡി ആണ് യൂസ് ചെയ്യുന്നത്, 1920x1080. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കസ്റ്റം സെലക്ട് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. then ഇവിടെ ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ 24 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ് കൊടുക്കുക. ആൻഡ് നമ്മൾ കൊടുത്ത സെറ്റിങ്സിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 വീഡിയോ ട്രാക്സ് ആൻഡ് 2 ഓഡിയോ ട്രാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വീഡിയോ 1, വീഡിയോ 2 2 ട്രാക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഓഡിയോ 1, ഓഡിയോ 2 2 ട്രാക്സ് ഓഡിയോയിലും വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടൈം ലൈൻ. ആൻഡ് ടൈം ലൈൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും. മെറ്റാഡാറ്റയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ 24 FPS 1920x1080, പിന്നെ ഓഡിയോയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലൈക്ക് അതിലേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വീഡിയോ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്തു. ഇനി എനിക്ക് ഇവിടം വരെ മതി. സോ കട്ട് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്ലേഡ് ആണ്, ബി ആണ് ഷോർട്ട് കട്ട്. ഇതാണ് ബ്ലേഡ് ടൂൾ. ഞാൻ ബി സെലക്ട് ചെയ്തു, കട്ട് ചെയ്തു. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ എടുക്കാം. വി ആണ് ഷോർട്ട് കട്ട്, എ ആണ് ഷോർട്ട് കട്ട്. എ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇവിടം വരെ മതി. സോ ഞാൻ സെലക്ട് ചെയ്യുന്നു, ബി, ദെൻ കട്ട് ചെയ്യാം,
എ, സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ആൻഡ് ബൈ ദ വേ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പ്ലേ ഹെഡ് വെക്കുവാണെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് കണ്ടോ. ആൻഡ് ഓൾസോ വീഡിയോ ട്രിം ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ട് വെക്കുക, ഇങ്ങനെ നമുക്ക് ട്രിം ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ദെൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ദെൻ നമുക്ക് അടുത്ത ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ടൈം ലൈനിലേക്ക്. ഇത്രയും ഡ്യൂറേഷൻ എനിക്ക് വേണ്ട, സോ ഞാൻ ഇത് കുറച്ച് ട്രിം ചെയ്യുവാണ്. നമുക്ക് അടുത്ത ക്ലിപ്പ് കുറച്ച് കയറ്റി വെക്കാം, ഇതുകൂടെ നമുക്ക് ട്രിം ചെയ്യാം. ആൻഡ് ബൈ ദ വേ ഈ ഒരു നമ്പർ ഇവിടെ കാണിക്കുന്നതിൻ്റെ റീസൺ, ഈ രണ്ട് വീഡിയോസ്, ഈ വീഡിയോയും ഈ ഓഡിയോയും ഈ വീഡിയോയും ഈ ഓഡിയോയും ലിങ്ക്ഡ് ആണ്. അതിങ്ങോട്ട് ചേഞ്ച് ആയതുകൊണ്ടാണ് ഇത് കണ്ടോ അതിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ പ്രശ്നമില്ല, നമുക്ക് ഓഡിയോ ഡിലീറ്റ് ചെയ്യാം, ഓഡിയോയുടെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ഞാൻ ട്രിം ചെയ്യുവാണ്. ആൻഡ് ഇനി എനിക്ക് ഓഡിയോയുടെ ആവശ്യമില്ല, സോ നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ബൈ ദ വേ ഇവിടെ ലിങ്ക് എന്ന് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഈ ഓഡിയോയും വീഡിയോയും ലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോയും സെലക്ട് ആവും, അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിയോയും സെലക്ട് ആവും. സോ നമുക്ക് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. അതിനുവേണ്ടി നമ്മൾ അൺലിങ്ക് ചെയ്യണം. ലിങ്കിൻ്റെ ഒരു ബട്ടൺ കണ്ടില്ല, അത് സെലക്ട് ചെയ്താൽ മതി, അൺലിങ്ക് ആവും. ദെൻ നമുക്ക് ഓഡിയോ മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി ഞാൻ ഇവിടെ മീഡിയ പൂളിൽ മെയിൻ വിൻഡോയിലേക്ക് പോവുകയാണ്. ദെൻ നമുക്ക് മ്യൂസിക് ഓപ്പൺ ചെയ്യാം. ദെൻ നമ്മുടെ മ്യൂസിക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് ഏകദേശം ഇവിടം വരെ മതി. സോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ബ്ലേഡ് ടൂൾ എടുത്തിട്ട് കട്ട് ചെയ്യുവാണ്. ദെൻ സെലക്ഷൻ ടൂൾ എടുക്കാം, എ, ദെൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഓഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഫെയ്ഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു ബട്ടൺ കാണാം, അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും, എൻഡിലും ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിലും ചെറിയ ഒരു ഒപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് ഫെയ്ഡ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിന് വേണ്ടി ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുക, അതായത് ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓഡിയോ കുറച്ചുകൂടെ ഒന്ന് ഫെയ്ഡ് ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കാം. 1 സെക്കൻഡ്. ആൻഡ് ബൈ ദ വേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളുടെ വർക്ക് സ്പേസ് ഇതുപോലല്ല ഇരിക്കുന്നെങ്കിൽ ഇവിടെ വർക്ക് സ്പേസിലേക്ക് വരിക. ദെൻ നമുക്ക് റീസെറ്റ് UI ലേഔട്ട് സെലക്ട് ചെയ്താൽ മതി. എല്ലാം റീസെറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു വർക്ക് സ്പേസ് നിങ്ങൾക്ക് വന്നോളും. ഇങ്ങനെ അല്ല ഇരിക്കുന്നെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് മെറ്റ ഡേറ്റ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു ബട്ടൺ കണ്ടോ, അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഹൈഡ് ആവും. നമുക്ക് സൈസൊക്കെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു UI ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക, ലേഔട്ട് പ്രീസെറ്റ് സെലക്ട് ചെയ്യുക, സേവ് ലേഔട്ട് ആസ് എ പ്രീസെറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് നിങ്ങളത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത രീതിയിൽ തന്നെ വർക്ക് സ്പേസ് വന്നോളും. ഓക്കെ, സോ ആ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ നൈസ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആൻഡ് തൽക്കാലത്തേക്ക് ഞാൻ ഈ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഓക്കെ, ഇവിടെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുവാണെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ സെറ്റിങ്സ് നമുക്കിവിടെ ഇൻസ്പെക്ടറിലാണ് കാണാൻ പറ്റുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രീമിയറിലാണെങ്കിൽ എഫക്റ്റ് കൺട്രോൾസിൽ കാണും, ഇവിടെയാണെങ്കിൽ ഇൻസ്പെക്ടറിലാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, ആങ്കർ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, പിന്നെ പിച്ച് യോവെന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പ്രീമിയറിൽ ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു എഫക്റ്റ് യൂസ് ചെയ്യണം. പ്രീമിയറിൽ ബേസിക് 3D എന്ന് പറയും, ആ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യം നമ്മൾ പ്രീമിയറിൽ ചെയ്യുന്നത്. പിന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രീമിയറിൽ ഇതൊക്കെ നമ്മൾ എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഫ്ലിപ്പൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൈനാമിക് സൂം, കോമ്പസിറ്റ്, അങ്ങനെ കുറച്ച്, പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ഇൻസ്പെക്ടറിൽ ഡിഫോൾട്ടായിട്ട് ഒരു ക്ലിപ്പിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു സൂം ഇൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൂം ഔട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ചെറിയ ഒരു ബട്ടൺസ് കാണാം, ഇത് യൂസ് ചെയ്ത് നമുക്ക് കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുവാണ്, സൂമിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ കീ ഫ്രെയിംസിൻ്റെ ഐക്കൺ കാണാം. ഇനി ഞാൻ ഇവിടെ വീഡിയോയുടെ എൻഡിലേക്ക് വരുവാണ്, കുറച്ച് സൂം ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ, ഒരു സൂം ഇൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് കീ ഫ്രെയിംസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എങ്ങനെ നമുക്ക് കീ ഫ്രെയിംസ് കൊടുക്കാം, എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമ്മുടെ വീഡിയോയുടെ കൂടെ വരുന്നത്, എങ്ങനെ അതിൻ്റെ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഒരു വീഡിയോ ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പേജ് വരുന്നത് ഫ്യൂഷനാണ്. ആൻഡ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്ന പോലെയാണ് ഫ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. VFX ചെയ്യാനും മോഷൻ ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഫ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് വർക്ക് ചെയ്യുന്നത് നോഡ് ബേസ്ഡ് ആണ്.
ഞാൻ ഫ്യൂഷൻ കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് എനിക്കങ്ങനെ അത്രയ്ക്കങ്ങ് സെറ്റ് ആകുന്നില്ല. നോട്ട് ബേസ്ഡ് ആയതുകൊണ്ടല്ല, ഞാൻ ഇവിടെ ന്യൂക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ്. അത് നോട്ട് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോഫ്റ്റ്വെയറിൽ ഒന്നാണ് ന്യൂക്ക് സോഫ്റ്റ്വെയർ. ആൻഡ് ഇത് നോട്ട് ബേസ്ഡ് ആണ്. നോട്ട് ബേസ്ഡ് ആയതുകൊണ്ടല്ല എനിക്കെന്തോ സെറ്റ് ആകുന്നില്ല. സോ ആ കാര്യം കൊണ്ട് ഓർത്തിരിക്കുക. നമ്മൾ ഡാവിഞ്ചി റിസോൾവിലെ ഫ്യൂഷൻ പേജ് ആൻഡ് ഓൾസോ കളറിങ്ങും എല്ലാം നോട്ട് ബേസ്ഡ് ആണ്, ലെയർ ബേസ്ഡ് അല്ല. അതേസമയം ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോ ഒക്കെ ലെയർ ബേസ്ഡ് ആണ്. ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോഡിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ന്യൂക്ക് യൂസ് ചെയ്യുന്നതാണ്. നോട്ട് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് നോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാം നോഡ് അടിപൊളിയാണ് നോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങളിത് പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. നോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. ലെയർ ബേസ്ഡിനേക്കാളും ഭയങ്കര ഈസിയാണ് നോട്ട് ബേസ്ഡ് എഡിറ്റിങ്. നിങ്ങളത് കുറേ പഠിച്ച് കഴിയുമ്പോഴത്തേനും മനസ്സിലാവും എത്രമാത്രം ബെറ്റർ ആണ് നോട്ട് ബേസ്ഡ് എഡിറ്റിങ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് ഫ്യൂഷൻ പേജ്. ഇവിടെ നിങ്ങൾക്ക് VFX, മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനുള്ളതാണ് കളർ പേജ്. ആൻഡ് ഇവിടെയാണ് നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കുന്നത്. കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒന്നും പറയുന്നില്ല കളർ ഗ്രേഡിങ്ങിനെ പറ്റി. ബിക്കോസ് നമ്മൾ മുമ്പോട്ട് ഇതിനെപ്പറ്റിയാണ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ ടൈം ലൈനിൽ കൊടുത്ത ക്ലിപ്സ് എല്ലാം ഇവിടെ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അടുത്ത പേജ് ആയിരുന്നു കളർ ഗ്രേഡ്. ഇതിനുള്ളതാണ് ഫെയർലൈറ്റ്. ഫെയർലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയാണ്. ഓഡിയോ എഡിറ്റ് ചെയ്യാനും മിക്സ് ചെയ്യാനും എല്ലാം നമുക്ക് ഫെയർലൈറ്റ് യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് പേജാണ് ഡെലിവർ പേജ്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫയൽ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ക്ലാസ് 1 ഡെമോ എന്ന് നെയിം കൊടുത്തു. ദെൻ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം, എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ സേവ് കൊടുക്കാം. ദെൻ നമുക്ക് ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ MB4 സെലക്ട് ചെയ്യുവാണ്. കോഡാക്ക് H.264 തന്നെ യൂസ് ചെയ്യുവാണ്. നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് ഫോർമാറ്റാണ് H.264. ദെൻ നമുക്കിവിടെ ഫ്രെയിം റേറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ബൈ ദ വേ ഇത് ഹൈഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് ടൈം ലൈനിലെ ഫ്രെയിം റേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 23, 24, 30 അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ടൈം ലൈനിൻ്റെ ഫ്രെയിം റേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ടൈം ലൈനിലാണോ എഡിറ്റ് ചെയ്യുന്നത് ആ ഒരു ഫ്രെയിം റേറ്റിൽ തന്നെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രീമിയറിലാണെങ്കിലും ആഫ്റ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഓക്കെ, സോ ഞാൻ ഇവിടെ ടൈം ലൈൻ ഫ്രെയിം റേറ്റ് തന്നെ സെലക്ട് ചെയ്യുവാണ്. then ഇവിടെ നമുക്ക് ആഡ് ടു റെൻഡർ ക്യൂ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. സോ ഇവിടെ റെൻഡർ ക്യൂയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെൻഡർ ഓൾ സെലക്ട് ചെയ്തിട്ട് വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഡാവിഞ്ചി റിസോൾവിലേക്ക് എങ്ങനെ മീഡിയാസ് ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യാം, കട്ട് ചെയ്യാം, ചെറിയൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ആൻഡ് ഓൾസോ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഡാവിഞ്ചി റിസോൾവിൽ വരുന്ന ഡിഫറെൻറ്റ് പേജസ്, ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് സംസാരിച്ച് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക മാത്രം, ഡാവിഞ്ചി റിസോൾവ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് അത്യാവശ്യം നിങ്ങൾക്ക് കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം. ഇത്തരം കാര്യം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക. സിമ്പിൾ വീഡിയോ, ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ എഡിറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ലൈക്ക് ഒരു ഓഡിയോയും കൂടെ ആഡ് ചെയ്യാം. ആൻഡ് ബൈ ദ വേ നമുക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ എഡിറ്റ് ടാബിലേക്ക് പോവാണ്. ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. സോ ഇവിടെ ടൈറ്റിൽസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം, അത് സെലക്ട് ചെയ്യാം. ഇൻസ്പെക്ടറിലേക്ക് വരാം. then നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡെമോ ക്ലാസ് എന്ന് കൊടുത്തു. കണ്ടോ, നമുക്ക് ചെറിയൊരു ഫെയ്ഡ്നെസ് കൂടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ ആ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ട്രാൻസിഷൻ ആഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ക്രോസ് ഡിസോൾവ് കൊടുക്കുവാണ്. മേ ബി ക്രോസ് ഫെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രോസ് ഐറസ് എന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ക്ലിപ്സിൻ്റെ ഇടയ്ക്കോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ. സോ ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻസും എഫക്ട്സും എല്ലാം ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഓർത്തപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. സോ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന ക്ലാസ്സസിൽ നമുക്ക് എങ്ങനെ പ്രീമിയറിൽ നിന്നും ടൈം ലൈൻ കൊണ്ടുവരാം, ഇവിടെ കളർ ഗ്രേഡ് ചെയ്യാം, അതെങ്ങനെ തിരിച്ചു കൊണ്ടുപോകാം, ആ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കാം. ആൻഡ് കളർ ഗ്രേഡിങ്ങിനെ പറ്റിയും ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കാം. ഓക്കെ, ഇനി ഡാവിഞ്ചി റിസോൾവ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ദെൻ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് എന്ന് വേണ്ടി സെർച്ച് ചെയ്യാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഡിസൈൻ്റെ ഒരു വെബ്സൈറ്റ് വരും, അത് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. സോ ഇതാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ പേജ്. താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. പ്രൊഡക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാവിഞ്ചി റിസോൾവ് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം, അങ്ങനെ താഴേക്ക് വരണം. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് 2 വേർഷൻസ് അവൈലബിൾ ആണ്, ഒന്ന് ഫ്രീ വേർഷനും പിന്നെ പെയ്ഡ് വേർഷനും. ആൻഡ് ഇത് അഡോബിൻ്റെ സോഫ്റ്റ്വെയർസ് പോലെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ല, നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി പേ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഒരു തവണ
എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് $295 ആണ് വരുന്നത്. നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വേർഷൻ മോർ ദാൻ ഇനഫ് ആണ്. ഞാനിപ്പോൾ ഫ്രീ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കിലേക്കൊക്കെ കടക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡിയോ വേർഷൻ എടുക്കാവുന്നതാണ്. ആൻഡ് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബൈ ഓൺലൈൻ സെലക്ട് ചെയ്തിട്ട് ഈ പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡാവിഞ്ചി റിസോൾവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.